ഹലോ ഗ്രേറ്റ് മീഡിയാസിലേക്ക് സ്വാഗതം. മലയാളി കണ്ട ഏറ്റവും മികച്ച ചിത്രങ്ങളുടെ പട്ടികയിലേക്ക് ലോകയും എത്തുകയാണ്. അതുതന്നെയാണ് ജനപിന്തുണയോടെ ഇന്നും നമുക്ക് തിയേറ്ററുകളിലെ ആ ഒരു വിപ്ലവകരമായ ഒരു തീവ്രതയോടു കൂടിയുള്ള ജനാവലിയെ കാണാൻ കഴിയുന്നത്. ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ടുകളിലേക്ക് കടന്നു വരാം. 23-ാം ദിനത്തിലാണ് സിനിമ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. 1138 ഷോകളാണ് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഏകദേശം 76,000-ഓളം ടിക്കറ്റുകൾ വിറ്റുപോയതായിട്ട് ട്രാക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 24% ഒക്യുപ്പൻസിയിലേക്ക് സിനിമ എത്തുകയാണ്. ഇന്ന് ഇതുവരെ ലഭിച്ചിരിക്കുന്നത് 1,30,00,000 രൂപയിലേക്കാണ്. അതായത് ഇന്നലത്തേക്കാളും കൂടുതൽ കളക്ഷൻ ഇന്ന് ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പിക്കുകയാണ്. അതെ, പതിയെ ഇനി കളക്ഷൻ കൂടാൻ പോകുന്ന ദിനങ്ങളാണ്. മികച്ച രീതിയിൽ തന്നെ സിനിമ മുന്നോട്ട് പോകുമ്പോൾ 98-99 കോടിയോളമാണ് സിനിമ ഇന്ന് എത്താൻ പോകുന്നത്. അതായത് കേരളത്തിൽ നാളെ പിറക്കാൻ പോകുന്നത് മറ്റൊരു 100 കോടി. കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമേ 100 കോടി നേടുന്ന ചിത്രമാകുന്നു. ഇതിനോടകം തന്നെ സിനിമ ഇന്നത്തോടെ എമ്പുരാൻ എന്ന ചിത്രം നേടിയ ഏറ്റവും ഉയർന്ന കളക്ഷൻ സ്കോർ അത് കടന്നിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായ വാർത്തയുമാണ്. ഇന്നത്തെ ഫൈനൽ കളക്ഷൻ വരുമ്പോൾ ആ ഒരു വാർത്ത തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നതും. 265 കോടി കടന്നിരിക്കുന്നു ഈ ഒരു ചിത്രമെന്ന് സന്തോഷകരമായി കാണാൻ കഴിയുന്നു. അതെ, മലയാള സിനിമയുടെ വളർച്ച തന്നെയാണിത്. ഇനി അങ്ങോട്ടുള്ള സിനിമകൾ ഇതിൻ്റെ റെക്കോർഡുകളും തകർത്ത് മുന്നോട്ട് പോകേണ്ടത് അത്യാവശ്യം തന്നെയാണ്. അങ്ങനെയാണ് ഓരോ മൈൽ സ്റ്റോണും നമ്മൾ പിന്നിടുന്നത്. വെറും 3-4 മാസമാണ് എമ്പുരാന് ആ ഒരു കിരീടം കയ്യിൽ വെക്കാൻ കഴിഞ്ഞത്. ഒരുപക്ഷെ ഈ വർഷം ലോകയെ തോൽപ്പിക്കാൻ മറ്റൊരു സിനിമയുണ്ടാകണം എന്നുള്ളത് ആഗ്രഹം തന്നെയാണ്. കാരണം അങ്ങനെ മുന്നോട്ട് പോയാലാണ് അതിനൊരു രസകരമായ രീതിയിൽ അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. ഇതുവരെ 57 ലക്ഷത്തോളം ടിക്കറ്റുകൾ വിറ്റുപോയതായി ട്രാക്കേഴ്സ് കണക്കിൽ പറയുന്നു. അതായത് 57,06,666 എന്നുള്ള ആ ഒരു സംഖ്യയാണ് ഇപ്പോൾ ലഭ്യമായത്. ഇതിൻ്റെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക തന്നെയാണ്. ബുക്ക് മൈ ഷോയിലൂടെ മാത്രമേ ഈ 47 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് വിറ്റുപോയിരിക്കുന്നത്. സിനിമയ്ക്ക് മൊത്തത്തിൽ 35,000-ന് മുകളിലുള്ള ഷോകൾ ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നു. അതായത് ഏറെക്കുറെ 45,000-ഓളം ഷോകൾ നടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ട്രാക്കേഴ്സ് മുഖാന്തരം വന്ന കണക്കുകൾ പ്രകാരം 92 കോടിയിലേക്ക് സിനിമ എത്തുന്നു. അതായത് സിനിമ 99 കോടിക്ക് മുകളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലും എല്ലാം സിനിമ വലിയ ഹിറ്റിലേക്ക് മാറുന്നു. ഹിന്ദിയിൽ സിനിമ 4,15 കോടിയിലേക്ക് എത്തുകയാണ്. തമിഴിൽ സിനിമ 22 കോടിയിലേക്ക് എത്തുന്നു. 21.5 കോടി കഴിഞ്ഞു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. സിനിമയ്ക്ക് ഇനി ഏതാനും റെക്കോർഡുകൾ, അതായത് കാത്തിരിക്കുന്നത് മറ്റൊരു റെക്കോർഡാണ് 300 കോടിയിലേക്ക് എത്തുക എന്നുള്ള ആ ഒരു സന്തോഷകരമായ, നമ്മൾ കൊതിച്ചിരുന്ന അല്ലെങ്കിൽ ചിന്തിക്കുക പോലും അല്ലെങ്കിൽ അപ്രാപ്യമെന്ന് കരുതിയിരുന്ന ആ ഒരു ലക്ഷ്യം, അതിലേക്ക് എത്താൻ സിനിമയ്ക്ക് വെറും 35 കോടിയോളമാണ് വേണ്ടത്. ഇൻഡസ്ട്രി ഹിറ്റ് എന്ന ആ ഒരു മേഖലയിലേക്ക് സിനിമയ്ക്ക് എത്താൻ ഏകദേശം 19 കോടിയോളമാണ് വേണ്ടത്. അത് വരുന്ന ദിവസങ്ങൾ, ഈ ഒരു ശനി ഞായറോട് കൂടി സിനിമ ഏറെക്കുറെ 8 കോടിക്ക് മുകളിൽ കേരള ബോക്സ് ഓഫീസിൽ നേടുമെന്നുള്ളത് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വർക്കിംഗ് ഡേയ്സിൽ പോലും സിനിമയ്ക്ക് 1.5 കോടിക്ക് മുകളിൽ നേടാൻ കഴിയുന്നുവെങ്കിൽ വർക്കിംഗ് അല്ലാത്ത അല്ലെങ്കിൽ സാറ്റർഡേ സൺഡേ പോലെയുള്ള വീക്കെൻഡ്സിൽ തീർച്ചയായും സിനിമയ്ക്ക് 4 കോടിക്ക് മുകളിലേക്ക് കയറാം. കഴിഞ്ഞ ശനി ഞായർ ദിനങ്ങളിൽ സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞത് 10 കോടിക്ക് അടുത്തായിരുന്നു, അല്ലെങ്കിൽ 10 കോടിക്ക് മുകളിലായിരുന്നു എന്ന് തന്നെ പറയാം. ശനിയിലും ഞായർ ദിനത്തിലും അത്രത്തോളം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് വന്നിരിക്കുന്നത്. ഇനിയും ഒരു ലോങ് റൺ തന്നെയാണ് സിനിമയ്ക്ക് കിടക്കുന്നത്. വരുന്ന ആഴ്ച അവധികളുടെ പൂരമാണ് എന്ന് നമുക്കറിയാം. അതുകൂടി കഴിയുമ്പോഴത്തേക്ക് മലയാള സിനിമ കണ്ട ഏറ്റവും ഉയർന്ന സ്കോറിലേക്ക് സിനിമ എത്തുകയാണ്. എന്താണേലും ഈ ഒരു സിനിമ റെസ്റ്റ് ഓഫ് ഇന്ത്യയിലും 100 കോടി അടിക്കട്ടെ എന്നുള്ളത് ആശംസിക്കുകയാണ്. 75 കോടി വരെയെങ്കിലും എത്തുമെന്നുള്ളത് ഉറപ്പുമാണ്. ഇതിനോടകം തന്നെ 60 കോടി കടന്ന സിനിമ ഇനിയും അങ്ങോട്ട് പോകുന്നു. മറ്റൊരു സന്തോഷകരമായ എടുത്തു പറയേണ്ട കാര്യം, ഹിന്ദി റിലീസ് പല രാജ്യങ്ങളിലും നടക്കുന്നു എന്നുള്ളതാണ്. ഹിന്ദി ഡബ്ഡ് വെർഷന് പല രാജ്യങ്ങളിലും വലിയ രീതിയിലുള്ള പിന്തുണ നൽകുന്നു. മലേഷ്യയിൽ നിന്നുള്ള ഒരു ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ടുകളുമൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. 8 ദിവസത്തിന് മുകളിലായി മലേഷ്യയിൽ ഈ സിനിമ ഓടാൻ തുടങ്ങിയിട്ട് എന്നുള്ളതാണ്. അതിൻ്റെ റിപ്പോർട്ടുകളൊന്നും തന്നെ പുറത്തു വന്നിട്ടുമില്ല. എന്തായാലും അതൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു രസകരമായ കാര്യങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടമെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. ഗ്രേറ്റ് മീഡിയാസ്.